പ്രതിപക്ഷ ആവശ്യം പരിഗണിച്ച് ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യാൻ പ്രത്യേക സമ്മേളനം വിളിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് വിവരങ്ങളുമായി. ബൽറാം, ഈ പ്രത്യേക പാർലമെന്റ് സെഷൻ അത് വിളിക്കുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം പ്രതിപക്ഷം അക്കാര്യത്തിൽ ഓരോ സമയത്തായിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അത് തീർച്ചയായിട്ടും അങ്ങനെ വിളിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അത് ഉണ്ടാകുമോ, അതിനെക്കുറിച്ച് ചർച്ചയുണ്ടാകുമോ ഇന്ന്? സ്മിത, ക്രിസ്റ്റീന, ഇന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ഏറെ നിർണായകമാണ്. ഒട്ടേറെ സുപ്രധാനമായ കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായ ഒന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പ്രത്യേക സമ്മേളനം പാർലമെൻറ്റിൻ്റെ വിളിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിലാണ്. ഇതിനായി സർക്കാർ കൂടിയാലോചനകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്, നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെ മുൻപ് പ്രത്യേക സമ്മേളനം വിളിച്ചതിൻ്റെ അജണ്ട അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ഈ മാസം 16-ന് അങ്ങനെയെങ്കിൽ പ്രത്യേക സമ്മേളനം വിളിക്കുന്ന കാര്യമാണ് പരിഗണനയിലുള്ളത്. എങ്കിൽ പോലും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഒപ്പം തന്നെയാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ 1-ാം വാർഷികം ഈ മാസം 9-ന് ആഘോഷിക്കാനിരിക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളും ഈ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാകും. പ്രധാനമായും ഏത് തരത്തിലുള്ള ആഘോഷ പരിപാടികൾ വേണം, ഒപ്പം തന്നെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു പ്രോഗ്രസ് കാർഡ് എല്ലാ മന്ത്രാലയങ്ങളുടേതുമായി പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഒപ്പം തന്നെ വരുന്ന 4 വർഷത്തെ ഭരണത്തിൻ്റെ അജണ്ട, ഏത് വിഷയങ്ങൾ ഊന്നിയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകളും ഇന്നത്തെ യോഗത്തിലുണ്ടാകും. പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആ നിർദ്ദേശങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് മുന്നിൽ വയ്ക്കും. ഇതനുസരിച്ചായിരിക്കും വരുന്ന 4 വർഷം എല്ലാ മന്ത്രാലയങ്ങളുടെയും പ്രവർത്തനം ഉണ്ടാകുക. ഇതോടൊപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ NDA സർക്കാരിൻ്റെ 11-ാം വാർഷികവുമാണ് ഈ ഒരു കാലയളവിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പരിപാടികൾ സംബന്ധിച്ചുള്ള ചർച്ചകളും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലുണ്ടാകും. വൈകിട്ട് 4:30-നാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഈ മന്ത്രിസഭാ സമിതി യോഗം ചേരുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.